വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നേന്ത്രപ്പഴമാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു പാൻ വെച്ചിട്ട് ആ പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ് ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഏത് നട്സാണോ വേണ്ടത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്നാലും നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് അതും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ അല്ലെങ്കിൽ പിസ്ത വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു 3 നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതാണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 വേണ്ടാന്നുണ്ടെങ്കിൽ 2 എടുത്താലും മതി. 3 എടുത്താൽ അത്യാവശ്യം തന്നെ പഴം കടിക്കാനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 2 എടുത്താൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഒരുപാടൊന്നും കടിക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത്രയും ആയാൽ നമുക്ക് വഴന്ന് വന്നാൽ പിന്നെ അതവിടെ സൈഡിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഇത്രയും വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ടുള്ള പുഡിങ് കഴിച്ച് നോക്കിയവർക്ക് അറിയാം, നല്ല ടേസ്റ്റിയാണ് കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ടുള്ള പുഡിങ്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യട്ടെ. 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ മൊത്തത്തിൽ എടുത്താൽ മതി. ഞാൻ ഇവരുടെ 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാല് തിളക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പാലിൽ നിന്ന് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നേരിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കട്ട കുത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പാലിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു അതേ സമയം തന്നെ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കുത്തി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പോൾ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും. പിന്നെ നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് വേണമെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ബാക്കി എത്രയാണോ നമുക്ക് മധുരം വേണ്ട അതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ പഴത്തിലേക്കൊക്കെ മധുരം അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ ഈ ഒരു ഇത് വരും. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പഴം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പഴം കൊണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ബൗളിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂടോട് കൂടെ തന്നെ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഡെക്കറേഷന് വേണ്ടി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു 4-5 മണിക്കൂർ തണുത്തതിന് ശേഷം ഇങ്ങനെ പുറത്ത് വെച്ച് അതൊന്ന് സെറ്റായി ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് 4-5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. പിന്നെ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടും കിട്ടും ഇതുപോലെ ചെയ്തെടുത്താൽ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഇത്രയും എന്താ പറയുക കസ്റ്റേർഡ് പൗഡറോ കോൺഫ്ലോറോ ഇത്രയും വേണ്ട. ഇപ്പോൾ 2 ടേബിൾ സ്പൂണൊക്കെ ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തതിന് പകരം നിങ്ങൾ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ക്രീമി പരുവത്തിലുള്ള പുഡിംഗ് ആയിട്ടേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്